ഹായ് വിയോസ്, വെൽക്കം ടു ഷമീസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ജിമ്മിക്ക് അച്ചാർ. ജിമ്മിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര തരംഗമാണ്. അപ്പോൾ നമുക്കൊരു ജിമ്മിക്ക് അച്ചാർ കൂടി ആയാലോ? ഈ റെസിപ്പി എൻ്റെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് ഞാനിതിന് ജിമ്മിക്ക് അച്ചാർ എന്ന് പേരിട്ടത്. അധികമാരും ഇത് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ഇഷ്ടമാകും. നിങ്ങളിത് ട്രൈ ചെയ്യുകയും വേണം, അതിനോടൊപ്പം ഷെയർ ചെയ്യുകയും വേണം. എന്നാൽ ശരി, നമുക്ക് ഈ ജിമിക്ക് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ അച്ചാറിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കാന്താരി മുളക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകണം. കഴുകി ഒരു ടിഷ്യൂ പേപ്പറിലോ ടവലിലോ അതിൻ്റെ വെള്ളം ഇത്രയും ഒപ്പി മാറ്റി വെക്കണം. അങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണിത്. അതിൽ വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് പൂത്തു പോകും. അത് ഏതച്ചാറാണെങ്കിലും ചെയ്യുന്നതാണ്. ഇപ്പോൾ നാരങ്ങ അച്ചാറായാലും ഏതച്ചാറാണെങ്കിലും അതിൽ വെള്ളം ഉണ്ടെങ്കിൽ മാക്സിമം വെള്ളം അത്രയും കുറച്ച് കളയുക. അപ്പം ഞാൻ അതുപോലെ ഇത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല റെസിപ്പീസിൽ ഒന്നാണിത്. സാധാരണ ഈ രീതിയിൽ ആരും കാന്താരി മുളക് അച്ചാറിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇത്. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് കാന്താരിമുളക് അച്ചാർ ഇട്ട് തരാൻ വേണ്ടി പറയുമ്പോഴത്തേക്ക് ഈ രീതിയിലായിട്ട് തരുന്നത്. പക്ഷെ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനായാലും ഫാമിലിയിൽപ്പെട്ടവർക്കായാലും എല്ലാവർക്കും അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് ഞാനത് ഷെയർ ചെയ്യാണ്. ഇതിലേക്ക് വേണ്ട മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പുളി. പുളി ഞാൻ ഈ വലിപ്പത്തിനാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും വലിപ്പത്തിന് പുളി എടുക്കണം. ഇതിലെ ഈ അച്ചാറിലെ ഗ്രേവി എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം ഇത്രയും വലിപ്പത്തിൽ പുളി, അത് ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളത്തിൽ ഇത്രയും തിക്നെസ് ആയിട്ടുള്ള ലെവലിലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു അരിപ്പയിലാണ് അരിച്ചെടുത്തിരിക്കുന്നത്. സാധാരണ ഇപ്പൊ ചായ അരിക്കുന്ന അരിപ്പിൽ അതേപോലത്തെ അരിപ്പിൽ തീരെ ഇതായിട്ടുള്ള അരിപ്പിൽ അരിക്കാനല്ല. കാരണം ഇതിന്റെ നമ്മൾ ഈ പുളിയിലെ തകിടൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അരിച്ചെടുക്കേണ്ടത്. 1/2 കപ്പ് വിനിഗർ, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് ഇതെല്ലാം ചേർക്കുന്നത്. അപ്പോൾ ശരി, നമ്മുടെ ജിമിക്ക് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്ര എണ്ണ എടുത്തിട്ടുണ്ട് ഞാൻ. ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുകും കറിവേപ്പിലയും ഇടാം. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടാം. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് കിടക്കണം. നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒരു 2-3 മിനിറ്റ്. ചോറിനോടൊപ്പം ആയാലും മരിച്ചീനിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണിത്. ഞാനിത് വളരെ ടേസ്റ്റി എന്ന് പറയുന്നതിനേക്കാളും നിങ്ങളിത് ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ കമൻസ് എന്നെ അറിയിക്കുകയും വേണം. നിങ്ങൾ കാന്താരി മുളക് അച്ചാറിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടുള്ളവർ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 2 മിനിറ്റ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിൽ വേണം. ഈ ചെറിയ ഫ്ലെയിമിൽ ഇതൊരു 2 മിനിറ്റ് കൂടി കിടക്കണം. അപ്പോഴത്തേക്കും ഈ മുളകിൻ്റെ എരിവെല്ലാം ഈ പുളിയിലേക്ക് ഇറങ്ങും. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സാധാരണ അച്ചാറിൽ കുറച്ച് ഉപ്പ് അധികം നമ്മൾ ഇടാറുണ്ട്. കാരണം അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ അച്ചാറിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോഴത്തേക്കും ഉപ്പ് കുറവായിട്ട് തോന്നും. അതിൻ്റെ പേരിൽ എപ്പോഴും കുറച്ചധികം ഇടാറുണ്ട്. നേരത്തെ എടുത്ത് മാറ്റി വെച്ച കായപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ജിമിക്ക് അച്ചാർ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കട്ടെ. ഉപ്പും പുളിവും ഒക്കെ കറക്റ്റാണ്. ഈ ടൈമിൽ ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരല്പം ഉപ്പ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കും. പക്ഷെ അത് കാര്യമാക്കണ്ട. കാരണം
രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ അച്ചാർ ഇതിൻ്റെ എരിവൊക്കെ അതിലോട്ട് ഇറങ്ങി നന്നായിട്ട് ആകത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഈ ചെറിയ ഉപ്പ് അങ്ങ് മാറിക്കോളും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഞാൻ. മൺചട്ടി ആയതിൻ്റെ പേരിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും വീണ്ടും ആ ചൂടിൽ തിളയ്ക്കും. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വിനീഗർ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വിനീഗർ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ അച്ചാറെല്ലാം ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അച്ചാറിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണയൊക്കെ നിൽക്കുകയാണ്. സാധാരണ അച്ചാർ വെക്കുമ്പോൾ അച്ചാറിൻ്റെ മുകളിൽ ഒരല്പം എണ്ണ നിൽക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൂക്കും. അപ്പോൾ അതിൻ്റെ പേരിലാണ് കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോ പുറത്തോ സൂക്ഷിക്കാം. പക്ഷേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം അധികം സൂക്ഷിക്കാൻ പറ്റും. ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്കുമാണ് ഈ അച്ചാർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോഴും മാത്രമാണ് ഈ മുളകിൻ്റെയൊക്കെ എരിവെല്ലാം ചാറിലൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നത്. ഒരു അല്പം ചാറും കാന്താരി മുളകുമായിട്ട് ഇങ്ങനെയാണ് കഴിക്കുന്നത്. പിന്നെ 2 ദിവസം വരെ ഇത് പുറത്ത് വെച്ചതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട്. നല്ലൊരു ഉണങ്ങിയ കുപ്പിയിൽ, അതായത് എപ്പോഴും അച്ചാർ സൂക്ഷിക്കുമ്പോൾ എപ്പോഴും വെള്ളമൊന്നും ഇല്ലാത്ത വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുത്ത ഒരു ബോട്ടിലിൽ വേണം സൂക്ഷിക്കാനായിട്ട്. നല്ല എയർ ടൈറ്റ് ബോട്ടിലിൽ സൂക്ഷിച്ച് വയ്ക്കാം നമുക്കിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.